ഹലോ, ഗുഡ് ഈവനിങ് ആൾ. എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ ക്ലിയറായി കേൾക്കാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, കേൾക്കാമെന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും DLED കേരള ലേണിംഗ് ആപ്പ് സംഘടിപ്പിക്കുന്ന ഫ്രീ കേഡറ്റ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. DLED കേരള ലേണിംഗ് ആപ്പ് വിദ്യാർത്ഥികളുടെ ആവശ്യം മാനിച്ച് നിരന്തരമായി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം സൈക്കോളജി ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. ആ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ മാത്സിന്റെ ക്ലാസ് വേണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് അടുത്ത ദിവസമായി ഈ ഒരു ദിവസം മാത്സിന്റെ ഒരു ക്ലാസ്സും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാർദമായ സ്വാഗതം. ഇനി ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരോടും ചെറിയൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, നിങ്ങൾക്കറിയാവുന്നവർ ആരെങ്കിലും കേട്ടറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലിങ്ക് നിങ്ങൾ അവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ള ഒരു സന്മനസ് നിങ്ങൾ ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ എത്രത്തോളം കുട്ടികൾക്ക് കിട്ടാൻ സാധിക്കുമോ അത്രയും കുട്ടികൾക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ലിങ്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ പോലെ മാത്സ് ആണ്. ഗണിതത്തിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് 30 മാർക്കിനാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. 30 മാർക്കിനും എല്ലാ വർഷവും നിശ്ചിത സിലബസ് ഉണ്ട്. ആ സിലബസിൽ നിന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. ആ സിലബസിൽ നിന്നും മുൻകാല ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏകദേശം മുഴുവൻ മാർക്കും 30-ൽ 25-ൽ കൂടുതൽ മാർക്ക് ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് പോലും മാത്സിൽ നേടാൻ പറ്റും. അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് മാത്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഓരോ പാറ്റേണും നിങ്ങൾ ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾ മുൻപൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ മാത്സിൽ എല്ലാ ചോദ്യങ്ങളും 30 ചോദ്യങ്ങളും ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടല്ല വരാറുള്ളത്. 30-ൽ ഒരു 10-15 ചോദ്യങ്ങൾ ഒരു ഗണിത രൂപത്തിൽ വരികയും ബാക്കി 10-15 ചോദ്യങ്ങൾ പെഡഗോജി ഭാഗത്ത് നിന്നുമാണ് വരാറുള്ളത്. അതുകൊണ്ട് മാത്സ് എല്ലാവരും പേടിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും അങ്ങനെ മാറ്റി നിർത്തേണ്ട വിഷയമല്ല. നമ്മൾ പഠിച്ചാൽ മാർക്ക് കിട്ടാവുന്ന വിഷയമാണ് മാത്സ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഗണിതത്തെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഗണിതത്തിലുള്ള മാക്സിമം മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തു തരുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. അല്ലാതെ ഇതൊരു യാന്ത്രികമായിട്ട് റേഡിയോ കേൾക്കുന്ന പോലെ കേൾക്കുക എന്നതിലുപരി കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഗണിതമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഗണിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്, അഥവാ ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയാണ്. ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകൾ എന്താണ് എന്നുള്ളത് ഈ ഒരു DLED പഠിക്കുന്ന അല്ലെങ്കിൽ കേട്ടറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാലും ഭിന്നസംഖ്യകൾ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ കുറച്ച് ചിത്രീകരണങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഉത്തരങ്ങളെല്ലാം പറയാം. ബേസ് മുതൽ പഠിച്ചു പോവുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏതൊരു കാര്യമായാലും പ്രത്യേകിച്ച് ഗണിതമാവുമ്പോൾ അടിസ്ഥാനം മുതൽ പഠിച്ചു പോവുകയായിരിക്കും നമുക്ക് നല്ലത്. അല്ലാതെ ഒരു ലളിതമായിട്ട് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇക്വേഷൻ കാണാപാടെ പഠിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആ രീതിയിൽ പഠിക്കുമ്പോൾ ആ ഒരു ചോദ്യം മറിച്ച് ചോദിക്കുകയാണെങ്കിൽ, തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ
നട്ടം തിരിയാറുണ്ട്. ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ലളിതമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിച്ചു പോകണം. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥികൾക്ക്, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മാർക്കും ഗണിതത്തിൽ നഷ്ടപ്പെടാനുണ്ടാവില്ല. ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ ലളിതമായിട്ട് എന്ത് പറയാം, ഒരു സാധനം എടുക്കുന്നു, അതിൽ എത്ര ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതൊക്കെയാണ് എന്ത് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഒരു വട്ടം എടുത്തു, ഒരു സർക്കിൾ എടുത്തു, ഒരു വൃത്തം എടുത്തു. ഈ ഒരു സർക്കിളിനെ 2 ഭാഗമാക്കി ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഒരു സർക്കിളിനെ 2 ഭാഗമാക്കി ഒരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ അതിനെ നമുക്ക് 2/1 എന്ന് പറയാം. കാരണം ഒരു വൃത്തത്തെ 2 ഭാഗമാക്കി ആ 2ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം, 2/1 എന്ന് പറയാം. അതിനെയാണ് 1/2 എന്ന് പറയുന്നത്. അതുപോലെ ഒരു വൃത്തത്തെ 3 ഭാഗമാക്കി അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ അതിനെ നമുക്ക് 3/1 എന്ന് പറയാം. അതാണ് 1/3 എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുപോലെ നമ്മളൊരു വൃത്തം എടുത്ത് അതിനെ 10 ഭാഗമാക്കി അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ അതിനെ എന്ത് പറയും, 10/1 എന്ന് പറയും, അഥവാ 1/10 എന്ന് പറയും. ഇതാണ് ഭിന്നസംഖ്യയുടെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നില്ല. സ്ട്രെസ് കൊടുക്കേണ്ടതായിട്ടുള്ള മേഖലകൾ വരുമ്പോൾ ആ ഭാഗം നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണോ? കുറച്ച് ആളുകൾ കേൾക്കുന്നില്ല, കുറവാണ്, സൗണ്ട് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രേക്ക് വരുന്നുണ്ടോ? സൗണ്ട് ബ്രേക്ക് വരുന്നുണ്ടോ അതോ ക്ലിയർ ആയിട്ട് കേൾക്കാമോ? ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കൂ. ബ്രേക്ക് ഒന്നുമില്ല, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെ ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള നെറ്റ്വർക്കിന്റെ പ്രശ്നമാവാനാണ് സാധ്യത. അങ്ങനെയുള്ള ആളുകൾ റേഞ്ച് ഉള്ള ഭാഗത്തേക്കൊന്ന് മാറിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സൗണ്ട് എല്ലാം ഓക്കെ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിക്കുമ്പോൾ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിക്കണം, അഥവാ ഭിന്നസംഖ്യകളുടെ രൂപങ്ങൾ നമ്മൾ പഠിക്കണം. ഭിന്നസംഖ്യകൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്നാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു ഭിന്നസംഖ്യയെ നമ്മൾ P/Q എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതാറുള്ളത്, ആണല്ലോ. P/Q എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ ഭിന്നസംഖ്യകൾ നമ്മൾ എഴുതാറുള്ളത്. ഇതിൽ P എന്ന് പറയുന്നതിന് എന്തോ ഒരു പേര് പറയും, അറിയുന്നവർക്ക് പറയാം. P എന്ന് പറയുന്നതിന് എന്തോ ഒരു പേര് പറയും. ഒരു ഭിന്നസംഖ്യ P/Q എന്ന രൂപത്തിൽ എഴുതുമ്പോൾ P എന്ന് പറയുന്നതിനെ എന്ത് പറയും? യെസ്, P എന്ന് പറയുന്നതിനെ അംശം എന്ന് പറയും. അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയും. നിങ്ങൾ നോട്ട് ചെയ്യണം, അംശം അഥവാ ന്യൂമറേറ്റർ. Q എന്ന് എഴുതുമ്പോൾ Q എന്നുള്ളതിനെ എന്ത് പറയും? Q എന്നുള്ളതിനെ ഛേദം എന്ന് പറയും. ഛേദം എന്ന് പറയും, അഥവാ ഇംഗ്ലീഷിലാണെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയും. ഡിനോമിനേറ്റർ. ഇങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യ സാധാരണ രൂപത്തിൽ എഴുതാറുള്ളത്. P/Q രൂപത്തിലാണ് എഴുതുന്നത്. P എന്ന് പറയുന്നത് അംശം അഥവാ ന്യൂമറേറ്റർ, Q എന്ന് പറയുന്നത് ഛേദം അഥവാ ഡിനോമിനേറ്റർ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇനി ഞാൻ പറയുന്നത് എന്താണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, സാധാരണ ഭിന്നത്തിൽ അംശം ചെറുതും അഥവാ ന്യൂമറേറ്റർ ചെറുതായിരിക്കും, അതുപോലെ തന്നെ ഛേദം വലുതായിരിക്കും, അഥവാ ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഇത്തരത്തിലുള്ള ഭിന്നസംഖ്യക്കാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യയെ സാധാരണ ഭിന്നം എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. സാധാരണ ഭിന്നങ്ങൾക്ക് ഉദാഹരണം നിങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് ഏതൊക്കെ എടുക്കാം സാധാരണ ഭിന്നസംഖ്യകൾക്ക്? നിങ്ങൾ P/Q എന്ന് എടുക്കുമ്പോൾ P ചെറുതും Q വലുതായാലും മതി. അപ്പൊ ഏതൊക്കെ എടുക്കാം? യെസ്, കമന്റുകൾ വരുന്നുണ്ട്, കമന്റുകൾ വന്നോട്ടെ. 1/2 എടുക്കാം, 2/3 എടുക്കാം, 3/4 എടുക്കാം, 3/5 എടുക്കാം. പിന്നെയോ നിങ്ങൾ എടുക്കുന്നതൊക്കെ ശരി തന്നെയാണ്, നിങ്ങൾ എടുക്കുന്നതെല്ലാം ശരിയാണ്. 6/25 എടുക്കുന്നു, 1/4 എടുക്കുന്നു. ഇങ്ങനെ P/Q രീതിയിൽ എഴുതുമ്പോൾ അംശം ചെറുതും ഛേദം വലുതും കിട്ടുന്ന ഭിന്നസംഖ്യയെ സാധാരണ ഭിന്നം എന്ന് പറയുന്നു. ക്ലിയർ ആണോ?
സാധാരണ ഭിന്നം ക്ലിയർ ആണോ? ഒന്ന് പറയൂ, ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഭാഗം ഒരിക്കൽ കൂടെ പറയണമെങ്കിൽ വൺസ് മോർ എന്ന് കമന്റ് ആയിട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയും. ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവാം. ഓക്കെ, മുന്നോട്ട് പോവാം. അപ്പൊ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അടുത്തത് പഠിക്കാനുള്ളത് ഏതായിരിക്കും? അടുത്തത് പഠിക്കാനുള്ളത് വിഷമ ഭിന്നമാണ്. വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം. എങ്ങനെയായിരിക്കും? അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് വിഷമ ഭിന്നം. അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യയെ വിഷമ ഭിന്നം എന്ന് പറയുന്നു. അംശം വലുതും ഛേദം ചെറുതും. P/Q രൂപത്തിൽ എഴുതുമ്പോൾ P വലുതും Q ചെറുതുമായിരിക്കും. അത്തരം ഭിന്നസംഖ്യയെ വിഷമ ഭിന്നം എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പറ, ഇനി നിങ്ങൾ പറ, ഉദാഹരണം പറ. P/Q രൂപത്തിൽ എഴുതുമ്പോൾ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ളത്. യെസ്, കറക്റ്റ് ആണ്. ഏതൊക്കെ എടുക്കാം? 4/3 എടുക്കാം, പിന്നെയോ 3/2 എടുക്കാം, 5/3 എടുക്കാം, 6/5 എടുക്കാം. ഈ രൂപത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും എടുക്കാം. എന്തായാൽ മതി? അംശം വലുതും ഛേദം ചെറുതുമായാൽ മതി. ഇതാണ് വിഷമ ഭിന്നം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് പറയൂ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. എന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി അടുത്തത് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത ടൈപ്പ് ഭിന്നമാണ് മിശ്ര ഭിന്നം. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും. മിക്സ്ഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം. കൺസെപ്റ്റ് ശ്രദ്ധിച്ചോ. മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയും അതിന് കൂടെ ഒരു സാധാരണ ഭിന്നവും. ഇതിനെയാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഒരു പൂർണ്ണസംഖ്യയും, എഴുതിക്കോ, നോട്ട് എഴുതിക്കോ, ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാര്യം ലളിതമായിട്ട് മനസ്സിലാവും. ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, മിശ്ര ഭിന്നം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം 3/1/2, 3.5 അല്ലെ, 3/1/2 ഒരു പൂർണ്ണസംഖ്യയാണ്. 3 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. 1/2 എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നമാണ്. ഇനിയും എടുക്കാം 2/3. 2 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യ, 2/3 എന്ന് പറയുന്ന ഒരു സാധാരണ ഭിന്നം. ഇനിയും എടുക്കാം 1/4, 1/4, അതുപോലെ 5, 6/7. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇതെല്ലാം ഒരു മിശ്ര ഭിന്നമാണ്. ഒരു പൂർണ്ണസംഖ്യ, അതിനോട് കൂടി ഒരു സാധാരണ ഭിന്നം. ഇതാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് മിശ്ര ഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാട്. നിങ്ങൾ എല്ലാവരും ഇത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഞാൻ ചോദിക്കുന്ന ഇതാണ് 3/1/2. നമ്മൾ 3/1/2 എന്ന് പറയുന്ന ഒരു മിശ്ര ഭിന്നം എടുക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 3/1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 ആണോ, 3 × 1/2 ആണോ? നിങ്ങൾ പറയൂ, പ്ലസ് ആണോ ഇൻറ്റു ആണോ? 3/1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 ആണോ അതോ 3 × 1/2 ആണോ? ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 3/1/2 എന്ന് പറഞ്ഞാൽ 3 × 1/2 ആണ് എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള ധാരയാണ്. 3/1/2 എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് ഭിന്നസംഖ്യയിൽ ഒരു മാർക്ക് നഷ്ടപ്പെടും. 3/1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 ആണ്. 3 + 1/2 ആണ്. കാരണം 3.5 എന്ന് പറഞ്ഞാൽ 3 × 1/2 അല്ല,
3നോട് കൂടെ അര കൂട്ടുന്നതിനെയാണ് നമ്മൾ 3.5 എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തെറ്റാതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 3 1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 ആണ്. അതുപോലെ 2 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + 2/3 ആണ്. 1 1/4 എന്ന് പറഞ്ഞാലോ 1 + 1/4 ആണ്. ഈ ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് പല ആളുകളും, പകുതിയിലധികം ആളുകള് ഇൻഡു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇൻഡു ആണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഇൻഡു ആണെങ്കിൽ അതിന്റെ വാല്യൂ തന്നെ മാറിപ്പോവും. ഉദാഹരണമായിട്ട് 1 × 1/4 ആണ് 1/4 എങ്കിൽ അതിന്റെ ഉത്തരം കിട്ടുക 4 ആയിരിക്കും. 1 × 1/4 എന്ന് പറഞ്ഞാൽ 4 ആണ് അതിന്റെ ഉത്തരം വരിക. പക്ഷെ നമുക്ക് 4 ആണോ ഇവിടെ വരുന്നത്? അല്ല, 1.25 ആണ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ് ഭിന്നസംഖ്യയിൽ ഈ ഒരു പ്ലസ് ചെയ്യുന്ന ഈ ഒരു കാര്യം. അപ്പൊ ഇനി നിങ്ങളത് തെറ്റിക്കാൻ പാടില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം കാണുമ്പോൾ അവിടെ ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ മിശ്ര ഭിന്നം എന്നുള്ളതും ക്ലിയർ ആയിരിക്കും എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമുക്ക് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാനും വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കാനൊക്കെ ചോദിക്കും. അതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഒരിക്കലും ചോദ്യം നേരിട്ട് വരത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദ്യം ഒരിക്കലും നേരിട്ട് വരില്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. അത് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവയാണ്. അപ്പൊ ഇനി നമ്മൾ പറയാനുള്ളത് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാനുള്ളതാണ്. പക്ഷെ അത് പറയുന്നതിന് മുൻപ് നമ്മൾ ഭിന്നസംഖ്യയുടെ സങ്കലനവും വ്യവകലനവും അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങളൊരു തലക്കെട്ട് മാത്രം കൊടുക്കുക, മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള തലക്കെട്ട് മാത്രം കൊടുക്കുക. നമുക്ക് ഇത് പറയുന്നതിന് മുൻപ് ഭിന്നസംഖ്യകളുടെ സങ്കലനം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി പറയുന്നത് ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ DLED കേരള ലേണിംഗ് ആപ്പിന്റെ കീഴിൽ ഫ്രീ ക്ലാസ്സുകൾ മാത്രമല്ല കൊടുക്കാറുള്ളത്, നമ്മൾ പെയ്ഡ് ക്ലാസ്സുകളും കൊടുക്കാറുണ്ട്. പെയ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ചെറിയ ഫീസിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിട്ട് മാത്രമാണ് കൊടുക്കാറുള്ളത്. ഓരോ ലൈവ് ക്ലാസ്സും ക്ലാസ് കഴിഞ്ഞാൽ റെക്കോർഡായിട്ടും കിട്ടാനുള്ള അവസരം നമ്മുടെ ഈ ഒരു ക്ലാസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് ലൈവ് ക്ലാസ് മിസ്സാവും എന്നുള്ള ഭയം ആർക്കും വേണ്ട. ലൈവ് ക്ലാസ് എല്ലാം റെക്കോർഡായിട്ടും കിട്ടും. അതുപോലെ ഓരോ ക്ലാസിന്റെയും നോട്ട് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന പോലെയുള്ള PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ നോട്ട്സ് PDF ആയിട്ടും ലഭിക്കും. അപ്പൊ ആ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ റെഗുലർ ആയിട്ടുള്ള എക്സാമുകളും മോഡൽ എക്സാമുകളും എല്ലാം ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഏത് സമയത്തും നിങ്ങൾക്ക് സംശയം ചോദിച്ചാൽ മറുപടി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. 24/7 എന്ന് പറയാവുന്ന രീതിയിൽ വെൻഡർ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനെല്ലാം കൂടെ വരുന്ന ഫീസ് വളരെ ചെറിയ ഫീസിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഒരു ലൈവ് ക്ലാസ് കൊടുക്കുക എന്നുള്ളത് നമ്മളായിരിക്കും. 1200 രൂപക്കാണ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു 8590672089 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അവസാനത്തെ ഒരു മാസം കേട്ടറ്റ് പരീക്ഷ എന്നാണോ വരുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ആയിരിക്കും. അപ്പോൾ നവംബറോട് കൂടി നമ്മൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് നവംബറിന് ശേഷമുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ക്രാഷ് ക്ലാസ്സുകളായിരിക്കും. ക്രാഷ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ
കണക്റ്റീവ് ഫാക്റ്റുകളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നല്ലൊരു റിവിഷൻ ആയിരിക്കും ക്രാഷ് ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുക. മുൻപത്തെ ബാച്ചുകളിലെല്ലാം പഠിച്ച കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ അറിയും. ക്രാഷ് ക്ലാസ്സുകൾ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അവരോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. അപ്പൊ ഈ ഒരു ക്രാഷ് ക്ലാസ്സും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർ മന്ത് ആണോ 1200 എന്ന് ചോദിച്ചിട്ടുണ്ട്. പെർ മന്ത് അല്ല. ഈ ഒരു കോഴ്സ് കേട്ടറ്റ് എക്സാം എന്നാണോ വരുന്നത് അതിന്റെ തലേ ദിവസം വരെയുള്ള ക്ലാസ്സുകൾക്കുള്ള ആകെ ഫീസാണ് 1200 എന്ന് പറയുന്നത്. ആകെ ഫീസാണ് 1200. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ ഫീ അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കുള്ള ടോട്ടൽ ഫീ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 1200 വരുന്നത്. ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഫ്രീ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടായിരിക്കും. നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് കൃത്യമായിട്ട് തന്നെ ഫ്രീ ക്ലാസ്സുകളിലും നൽകുന്നുണ്ട്. അപ്പൊ ഫ്രീ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ചകളിലെല്ലാം ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഗ്രൂപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും ഇനി ഏതാണോ വേണ്ടത് അതുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ 2 ക്ലാസ്സുകളായി ഇനിയും ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് ഫ്രീ ക്ലാസ്സുകൾ വരും. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഭിന്നസംഖ്യകളുടെ സങ്കലനമായിരുന്നു ആണല്ലോ. അപ്പൊ ഭിന്നസംഖ്യകളുടെ സങ്കലനം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഭിന്നസംഖ്യകളുടെ സങ്കലനം. എന്താണ് സങ്കലനം? എന്താണ് സങ്കലനം? നമ്മളൊക്കെ സങ്കലനം എന്ന് പറയുന്ന ടേം നമ്മൾ അങ്ങനെ അത്രത്തോളം ഉപയോഗിക്കാറില്ല അല്ലെ. നമ്മൾ എന്താ പറയാറുള്ളത്? കൂട്ടുക എന്നൊക്കെ പറയും. കൂട്ടുക അല്ലെ, കൂട്ടൽ എന്നൊക്കെ പറയും. എന്താണ് സങ്കലനം? അഡിഷൻ എന്ന് പറയും. അഡിഷൻ അഥവാ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഭിന്നസംഖ്യകളുടെ സങ്കലനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഭിന്നസംഖ്യകളുടെ സങ്കലനം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭിന്നസംഖ്യയുടെ ഏതൊരു ചോദ്യവും ഏതൊരു ഭാഗവും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലളിതമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ 2 ഭിന്നസംഖ്യകൾ എടുക്കുന്നു. ഏത് ഭിന്നസംഖ്യയും ആയിക്കോട്ടെ, നമ്മൾ 2 ഭിന്നസംഖ്യകൾ എടുക്കുന്നു. 1/2 അതുപോലെ തന്നെ 3/4 2 ഭിന്നസംഖ്യകൾ നമ്മൾ എടുത്തു. ഇനി ഇവയെയാണ് നമുക്ക് സങ്കലനം ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ കരുതുക. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക, നോട്ട് ചെയ്യുക. 1/2 3/4 എന്നുള്ള 2 ഭിന്നസംഖ്യകളാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, സങ്കലനം ചെയ്യാനുള്ളത്. എങ്ങനെയാണ് സങ്കലനം ചെയ്യുക? അതിന്റെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് കൃത്യമായിട്ടൊരു പേര് പറയും. അറിയുന്നവർക്ക് പറയാം. എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്നത്? ആ മെത്തേഡിന് പറയുന്ന പേരെന്താണ്? യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ഭിന്നസംഖ്യയെ, ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാനോ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കാനൊന്നും കഴിയൂല. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ ഭിന്നസംഖ്യകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്രിയയാണ് ഭിന്നസംഖ്യകളുടെ സങ്കലനം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1ൽ നിന്നും 4ലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. 1ൽ നിന്നും 4ലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. പിന്നീട് ചെയ്യേണ്ടത് എന്താ? അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട സംഖ്യ 3ൽ നിന്നും 2ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ പറ, 1ൽ നിന്നും 4ലേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാ കിട്ടുക? 1 × 4 എത്രയാണ്? 1 × 4 എന്ന് പറയുന്നത് 4 ആണ്. ആണല്ലോ. 1 × 4 എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് ഇനി അടുത്തത് 3ൽ നിന്നും 2ലേക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. എത്ര കിട്ടും? 3 × 2 6 കിട്ടും. 4 + 6 എന്ന് കിട്ടി. 4 + 6 എന്ന് കിട്ടി. കഴിഞ്ഞില്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്, ഛേദത്തിൽ കൊടുക്കേണ്ടത് എന്താണ്? താഴെയുള്ള 2 സംഖ്യകള് മൾട്ടിപ്പിൾ ചെയ്യണം. അഥവാ ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം. 2ൽ നിന്നും 4ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യണം.
2 ഗുണം 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടും? 2 ഗുണം 4 ചെയ്യുമ്പോൾ 8 കിട്ടും. ഉത്തരം കിട്ടുന്നത് 4 + 6/8 ആയിരിക്കും. 4 + 6/8 ആയിരിക്കും. ഈ കാര്യം ക്ലിയർ ആണോ? ഈ കാര്യം ക്ലിയർ ആണോ? ആരെങ്കിലും ഒരിക്കൽ കൂടെ പറയണമെന്നുണ്ടെങ്കിൽ വൺസ് മോർ പറയുക. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയുക. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അവസാനമായിട്ട് ഒരിക്കൽ കൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്? 1/2 + 3/4 ആണ് ചെയ്യാനുള്ളത്. 1ൽ നിന്നും 4ലേക്ക് നമ്മൾ ക്രോസ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ 4 കിട്ടും. ഇനി ഇവിടെയുള്ള ചിഹ്നം ഏതാണോ അത് നോക്കുക. ഇവിടെയുള്ള ചിഹ്നം ഏതാണ്? പ്ലസ് ആണ്. അതുകൊണ്ട് നമ്മൾ 4 കഴിഞ്ഞ് പ്ലസ് ഇടുന്നു. പിന്നീട് ചെയ്യേണ്ടത് 3ൽ നിന്നും 2ലേക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 3 ഗുണം 2 ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ന്യൂമറേറ്റർ കിട്ടി, അഥവാ അംശം കിട്ടി. 4 + 6 ആയിരിക്കും. ഇനി ഛേദമായിട്ട് കൊടുക്കേണ്ടത് എന്താ? ബൈ ഇട്ടുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു. 2 ഗുണം 4 ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 2 ഗുണം 4 ചെയ്താൽ 8 കിട്ടും. അപ്പൊ 4 + 6/8 എന്ന് കിട്ടും. 4 + 6 എന്ന് പറയുമ്പോൾ 10, 10/8 എന്ന് കിട്ടും. 10/8 എന്ന് കിട്ടി. 10/8 ആയിരിക്കും ഇവയുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 10/8നെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ ചെറുതാക്കും? 10/8നെ എങ്ങനെ ചെറുതാക്കും? 10നെയും 8നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എടുക്കുന്നു. 10നെയും 8നെയും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം? കോമൺ ആയിട്ടുള്ള ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാം. 10നെയും 8നെയും 2 കൊണ്ട് ഹരിക്കുന്നു. 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടും. നമുക്ക് കിട്ടുന്ന ഉത്തരം 5/4 ആയിരിക്കും. 5/4 ആയിരിക്കും. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്യേണ്ടത്, അഥവാ ഭിന്നസംഖ്യകളുടെ സങ്കലനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം കൂടെ തരാം. അത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം. ഓക്കെ, ഞാനൊരു ഭിന്നസംഖ്യ തരാം, നിങ്ങൾ അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. 2/3 + 5/6. 2/3 + 5/6 എന്ന് പറയുന്ന ഭിന്നസംഖ്യകള് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്യൂ. 2/3 + 5/6. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തുതരാം. ഇനി കിട്ടിയ ആളുകളും കിട്ടാത്ത ആളുകളും എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ ചെയ്തുതരാം. എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 2ൽ നിന്നും 6ലേക്ക് ക്രോസ് ചെയ്യുന്നു. 2 ഗുണം 6. നടുവിലുള്ള ചിഹ്നം ഏതാണോ അത് നമ്മൾ കൊടുക്കുന്നു. 2 ഗുണം 6 + 5 ഗുണം 3. 5 ഗുണം 3 ചെയ്യുന്നു. അത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു നോക്കാം. 2 ഗുണം 6 എന്ന് പറയുമ്പോൾ 12 കിട്ടും. 12 + 5 ഗുണം 3 ചെയ്യുമ്പോൾ 15 കിട്ടും. 15. 12 + 15 ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? താഴെയുള്ള രണ്ടും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. 3 ഗുണം 6 മൾട്ടിപ്പിൾ ചെയ്യുന്നു. 3 ഗുണം 6 ചെയ്യുമ്പോൾ 18 കിട്ടും. കിട്ടുന്ന ഉത്തരം 12 + 15/18 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. 12 + 15/18 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 12ഉം 15ഉം 27. 27/18 എന്ന് കിട്ടും. 27/18 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഇതെങ്ങനെ ചെറുതാക്കും? ഈ ഭിന്നസംഖ്യയെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. 27നെയും 18നെയും ചെറുതാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, വെട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 27നെയും 18നെയും ഹരിക്കാൻ പറ്റുന്ന വലിയ സംഖ്യ ഏതാണ്? 9 കൊണ്ട് ഹരിക്കാം അല്ലെ? 27നെയും 18നെയും 9 കൊണ്ട് ഹരിക്കാം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 27/9 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. 18/9 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. 3/2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 3/2 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. 3/2.
ആണല്ലോ, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കിട്ടാത്ത ആളുകള് പരിശ്രമിക്കുക. ഇതിനേക്കാൾ മനോഹരമായിട്ട് ഇനി ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുതരാം. ഒരു ചോദ്യം കൂടെ തരാം, നിങ്ങൾ അതുകൂടെ ചെയ്തിട്ട് ഉത്തരടൂ. 3/8 പ്ലസ് ചെയ്തോളൂ. 3/8 3/8 പ്ലസ് 5/6 3/8 പ്ലസ് 5/6. കിട്ടിയ ഭിന്നസംഖ്യയെ ചെറിയ രൂപത്തിലാക്കിയിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് 58/48 എന്ന് പറയുന്നത് ഉത്തരമായിട്ടുണ്ടാവില്ല. അതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള രൂപമായിരിക്കും ഉത്തരമായിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഒരുപാട് പേര് ചെയ്തു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഉത്തരങ്ങളെല്ലാം വളരെ കൃത്യമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യും. 3 ഗുണം 6 3 ഗുണം 6 എന്ന് പറയുമ്പോൾ 18 കിട്ടും. 3 ഗുണം 6 18 പ്ലസ് 5 ഗുണം 8 5 ഗുണം 8 40. 18 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 8 ഗുണം 6 എത്ര കിട്ടുക? 8 ഗുണം 6 എന്ന് പറയുമ്പോൾ 48 കിട്ടും. 48 ഇത് ചെയ്യുമ്പോൾ 18ഉം 40ഉം കൂട്ടിയാൽ 58 കിട്ടും. 58/48 എന്നായിരിക്കും ഉത്തരമായിട്ട് വരിക. രണ്ടിനെയും ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? 2 കൊണ്ട് മാത്രമാണ് ഇവിടെ ഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 29/24 എന്ന് കിട്ടും. 29/24. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് മുതൽ പഠിച്ചു മുന്നേറാം. ഓക്കെ, അതിന് DLED കേരള ലേണിംഗ് ആപ്പിന്റെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് പരീക്ഷ വരെ ഉണ്ടായിരിക്കും. ആ ഒരു നമ്മുടെ കൂടെ നിങ്ങൾ കൂടിയാൽ മാത്രം മതി. ബാക്കി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. ഓക്കെ, അപ്പോ ഭിന്നസംഖ്യകളുടെ സങ്കലനം എന്ന് പറയുന്നത് ക്ലിയർ ആണോ? സങ്കലനം എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ആണെങ്കിൽ നമുക്ക് അടുത്തത് ഭിന്നസംഖ്യകളുടെ വ്യവകലനമാണ്. വ്യവകലനം വളരെ ലളിതമാണ്. ഭിന്നസംഖ്യകളുടെ സങ്കലനം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഭിന്നസംഖ്യകളുടെ വ്യവകലനം പഠിക്കാൻ എളുപ്പമായിരിക്കും. ഭിന്നസംഖ്യകളുടെ വ്യവകലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത അതേ രൂപം അവിടെ നമ്മൾ ആ ഒരു പ്ലസ് കൊടുക്കുന്നതിന് പകരം അവിടെയുള്ള ചിഹ്നം മൈനസ് ആക്കിയാൽ മാത്രം മതി. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ 3/2 മൈനസ് 1/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യ എടുത്തു. 3/2 മൈനസ് 1/2 എന്ന് പറയുന്നത് വ്യവകലനത്തിന് വേണ്ടി നമ്മൾ എടുത്തു. ഇവിടെയും ചെയ്യേണ്ടത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. 3 ഗുണം 2 ചെയ്യുന്നു. 3 ഗുണം 2 6. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, സങ്കലനത്തിൽ നമ്മൾ പ്ലസ് ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മൈനസ് ആണ്. മറ്റു വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കുന്നു. 3 ഗുണം 2 6 മൈനസ് 2 ഗുണം 1 എന്ന് പറയുന്നത് 2 ഗുണം 1 എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. 2 ഗുണം 1 2 ബൈ എന്ത് കൊടുക്കും? ബൈ ഒരു വ്യത്യാസവും ഇല്ല. താഴെയുള്ള ഛേദങ്ങൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 2 ഗുണം 2 2 ഗുണം 2 ചെയ്യുമ്പോൾ 4 കിട്ടും. 4 കിട്ടും. ഇതിന്റെ ഉത്തരം എത്രയായിരിക്കും? ഇനി നിങ്ങൾ പറ, ഇതിന്റെ ഉത്തരം എത്രയായിരിക്കും ഈ ഭിന്നസംഖ്യയുടെ ലളിതമായിട്ടുള്ള രൂപം? യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരുടെയും കറക്റ്റ് ആണ്. എന്ത് ചെയ്താൽ മതി? 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ 4. ഡിനോമിനേറ്ററിൽ ആദ്യമേ 4 ഉണ്ട്. 4/4 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 4/4 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും ഉത്തരമായിട്ട് വരിക. 4/4 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ തരാം. ഒരു ചോദ്യം കൂടെ തരാം. ഭിന്നസംഖ്യകളുടെ വ്യവകലനത്തിൽ നിങ്ങൾ ചെയ്തോ. 3/4 മൈനസ് 1/2. 3/4 മൈനസ് 1/2.
ഓക്കെ, വെരി ഗുഡ്. ഉത്തരങ്ങൾ വന്ന് തുടങ്ങി. എന്ത് ചെയ്താൽ മതി? 3/4 - 1/2 3 ഗുണം 2 6 മൈനസ് 1 ഗുണം 4 4 ബൈ 4 ഗുണം 2 8 എന്ന് കിട്ടും. 6 മൈനസ് 4 എന്ന് പറയുന്നത് 2 ആണ്. 2/8 എന്ന് കിട്ടും. 2/8 രണ്ടിനെയും 2 കൊണ്ട് ചെറുതാക്കാം. 2നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 1 കിട്ടും. 8നെ 2 കൊണ്ട് കിട്ടുമ്പോൾ 4 എന്ന് കിട്ടും. ഉത്തരം കിട്ടുന്നത് 1/4 ആയിരിക്കും. 1/4. ഇനി ഈ ഒരു ചോദ്യത്തിൽ ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ നേരെ നോക്കിയേ, 3/4 നമ്മൾ പറയുന്ന പേരാണ് മുക്കാല് അല്ലെ. 1/2 നമ്മൾ പറയുന്നതാണ് അര. മുക്കാലിൽ നിന്നും അര പോയാൽ എന്ത് കിട്ടും? നമുക്ക് എല്ലാവർക്കും അറിയാം, മുക്കാലിൽ നിന്നും അര പോയാൽ കിട്ടുന്നത് എന്തായിരിക്കും? കാലായിരിക്കും. കാലാണ് 1/4 എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഇതുപോലെ നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ചില സംഖ്യകളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ റിയൽ ലൈഫുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്താൽ തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. അവസാനമായിട്ട് വ്യവകലനത്തിൽ ഒരു ചോദ്യം കൂടെ തരാം. അത് കഴിഞ്ഞ് വ്യവകലനം എന്നുള്ളത് നമുക്ക് അവസാനിപ്പിച്ച് ഭിന്നസംഖ്യകളുടെ ഗുണനത്തിലേക്കും ഹരണത്തിലേക്കും പോവാം. 6/5 - 2/3 ഒന്ന് ചെയ്ത് ഉത്തരം പറയൂ. 6/5 - 2/3. യെസ്, വെരി ഗുഡ്. ഉത്തരങ്ങള് വന്നു തുടങ്ങി. നമുക്ക് നോക്കാം. 6 × 3 എന്ന് പറയുന്നത് 18. 18 മൈനസ് 2 × 5 എന്ന് പറയുന്നത് 10 ബൈ 5 × 3 എന്ന് പറയുന്നത് 15. 18 മൈനസ് 10/15 എത്ര കിട്ടുക? 18ൽ നിന്നും 10 പോയാൽ 8 കിട്ടും. 8/15 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. 8/15 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഭിന്നസംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തിലേക്ക് പോവാം? നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗം ഉണ്ടായിരുന്നു. എന്ത്? ഒരു വിഷമ ഭിന്നത്തെ എങ്ങനെ ഒരു മിശ്ര ഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നമാക്കും എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി പോവാം. ഓക്കെ, അപ്പൊ ഗുണനവും ഹരണവും കൂടെ നമുക്ക് പെട്ടെന്ന് പറയാം. ഭിന്നസംഖ്യകളുടെ ഗുണനം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സാധാരണ നമ്മള് ഒരു ഗുണനവും ഹരണവും ചെയ്യുമ്പോൾ സങ്കലന വ്യവകലനത്തേക്കാൾ പ്രയാസമായിരിക്കും ഗുണനവും ഹരണവും. എന്നാൽ ഭിന്നസംഖ്യയിൽ നേരെ തിരിച്ചാണ്. സങ്കലനവും ഗുണനവും കുറച്ചൊക്കെ പ്രയാസമാണെങ്കിലും ഗുണനവും ഹരണവും വളരെ ലളിതമാണ്. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഗുണിച്ചാൽ മതി. ഉദാഹരണമായിട്ട് 1/2 × 2/3 1/2 × 2/3 ആണ് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ ഛേദത്തെ ഛേദം കൊണ്ടും അംശത്തെ അംശം കൊണ്ടും ഗുണിച്ചാൽ മതി. അഥവാ 1 × 2 മുകളിലുള്ളത് മുകളിനോടും ഗുണിക്കുക, താഴെയുള്ളതിനോടും ഗുണിക്കുന്നു. 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടും. 2/2 × 3 ചെയ്യുമ്പോൾ 6 കിട്ടും. 2/6. അതിനെ രണ്ടിനെയും നമുക്ക് ചെറുതാക്കാം. 1/3 എന്ന് കിട്ടും. 1/3. ഇങ്ങനെയാണ് ഭിന്നസംഖ്യയുടെ ഗുണനം ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഗുണിച്ചാൽ മാത്രം മതി. വേറൊരു സ്റ്റെപ്പും അതിൽ വരുന്നില്ല. ഒരു കോംപ്ലിക്കേഷൻസ് അവിടെ ഇല്ല. ലളിതമായിട്ട് ചെയ്യാം. 1/2 × 2/3 എന്ന് പറഞ്ഞാൽ നമ്മൾ അംശത്തെ അംശം കൊണ്ടും ഛേദത്തെ ഛേദം കൊണ്ടും ഗുണിക്കുന്നു. 1 × 2 2 2 × 3 6 2/6 എന്ന് കിട്ടും. 2/6നെ 2 കൊണ്ട് ചെറുതാക്കുമ്പോൾ 1/3 കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ തരാം. നിങ്ങൾ പറയൂ. 3/4 × 5/6 എത്രയായിരിക്കും ഉത്തരം? 3/4 × 5/6. 3/4 × 5/6. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭിന്നസംഖ്യ അതിന്റെ ലളിതമായിട്ടുള്ള രൂപത്തിലാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടി. അപ്പൊ കിട്ടാത്ത ആളുകൾ ശ്രദ്ധിച്ചോ. ഭിന്നസംഖ്യയുടെ ഗുണനം എന്ന് പറയുമ്പോൾ അംശത്തെ അംശം കൊണ്ട് ഗുണിക്കുന്നു. 3 × 5 3 × 5 എന്ന് പറയുമ്പോൾ 15 എന്ന് കിട്ടും. ബൈ ഛേദത്തെ ഛേദം കൊണ്ട് ഗുണിക്കുന്നു. 4 × 6 ചെയ്യുമ്പോൾ 24 കിട്ടും. 15/24 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇവയെ ഇതിന്റെ ലളിത രൂപത്തിലേക്ക് മാറ്റണം. ഇതിന്റെ ലളിത രൂപം എങ്ങനെയാണ്?
15നെയും 24നെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 24നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 8 കിട്ടും. 5/8 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. 5/8. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഭിന്നസംഖ്യകളുടെ ഗുണനത്തിൽ ചെയ്യാനുള്ളൂ. ഇനി അടുത്തത് പറയാനുള്ളത് ഭിന്നസംഖ്യകളുടെ ഹരണമാണ്. ഭിന്നസംഖ്യകളുടെ ഹരണമാണ്. ഓക്കെ, ഹരണത്തിലേക്ക് പോവാം. അപ്പൊ എങ്ങനെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉപയോഗപ്രദമാണോ? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 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 അപ്പൊ നമുക്ക് ഭിന്നസംഖ്യകളുടെ ഹരണത്തിലേക്ക് പോവാം. ഭിന്നസംഖ്യകളുടെ ഹരണം എങ്ങനെ ചെയ്യും? ഭിന്നസംഖ്യകളുടെ ഹരണം എന്ന് പറയുന്നത് ഗുണനം അറിയുന്ന ഒരാൾക്ക് ഹരണവും ലളിതമായിരിക്കും. ഗുണനത്തിന്റെ വിപരീതമാണല്ലോ ഹരണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. 3-ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഗുണനത്തിന്റെ വിപരീതമാണ് ഹരണം. ഗുണനത്തിന്റെ വിപരീതമാണ് ഹരണം. ഇത് മാത്രം അറിഞ്ഞാൽ മതി ഭിന്നസംഖ്യയുടെ ഹരണം ചെയ്യാൻ. ഗുണനത്തിന്റെ വിപരീതമാണ് ഹരണം എന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭിന്നസംഖ്യയുടെ ഹരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഉദാഹരണമായിട്ട് ഞാനൊരു ഭിന്നസംഖ്യ എടുത്തു. 1/2 ഹരിക്കണം 3/4 എന്ന് എടുക്കുന്നു. 1/2 ഡിവൈഡഡ് ബൈ 3/4 എന്ന് എടുക്കുന്നു. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1/2 ഹരിക്കണം 3/4 എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ലളിതമായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം എന്നുള്ളത് ശ്രദ്ധിച്ചോ. ഞാൻ പറഞ്ഞു ഗുണനത്തിന്റെ വിപരീതമാണ് ഹരണം. നിങ്ങൾ ചെയ്യേണ്ടത് 1/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യ നിങ്ങൾ അവിടെ വെക്കുക. ഒന്നും ചെയ്യണ്ട, അവിടെ ഒന്നും ചെയ്യണ്ട. പകരം 3/4 എന്നുള്ള ഭിന്നസംഖ്യയെ നിങ്ങൾ മറിച്ചിട്ടോ. ഒന്നും ചെയ്യണ്ട. 1/2 എന്നുള്ള ഭിന്നസംഖ്യ അതുപോലെ വെക്കുന്നു. 3/4നെ നിങ്ങൾ മറിച്ചിടുക. അതിനെയാണ് വ്യുൽക്രമം എന്ന് പറയുന്നത്, അഥവാ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഭിന്നസംഖ്യയുടെ ഹരണം ചെയ്യാൻ വ്യുൽക്രമം എടുത്തു ഗുണിച്ചാൽ മതി, അഥവാ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. അപ്പൊ 1/2 ഹരിക്കണം 3/4 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 3/4ന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, 4/3. റെസിപ്രോക്കൽ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഹരണം എന്നുള്ളത് ഗുണനമാക്കി മാറ്റണം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. 1/2 × 4/3 ചെയ്താൽ മതി. 1/2 ഹരിക്കണം 3/4 ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന് പകരം നിങ്ങൾ 1/2 × 4/3 ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അറിയാം ഭിന്നസംഖ്യയുടെ ഗുണനം 1 × 4 4/2 × 3 2 × 3 എന്ന് പറയുമ്പോൾ 6. 4/6 എന്ന് പറയുന്നത് നമുക്ക് ചെറുതാക്കാം, 2/3. ഇതാണ് ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് പറയുന്നത്. ഇത്രയും ലളിതമായിട്ട് ഭിന്നസംഖ്യയുടെ ഹരണവും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഭിന്നസംഖ്യയുടെ ഹരണം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ അടുത്ത ഒരു 2 ചോദ്യം കൂടെ ഹരണത്തിൽ തരാം. ഓക്കെ, ഒരു 2 ചോദ്യം കൂടെ ഹരണത്തിൽ ഞാൻ നൽകാം. ഇനി ക്ലിയർ ആവാത്ത ആളുകൾ ഇതിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, 2/5 ഹരിക്കണം 3/2 ചെയ്തോളൂ. 2/5 ഹരിക്കണം 2/5 ഡിവൈഡഡ് ബൈ 3/2. 2/5 ഡിവൈഡഡ് ബൈ 3/2. യെസ്, എങ്ങനെ ചെയ്യണം? നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നു. 2/5നെ അവിടെ തന്നെ വെക്കുന്നു. 2/5നെ അവിടെ വെച്ചുകൊണ്ട് 3/2ന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 2/3 എടുക്കുന്നു. ഇനി അത് ഗുണിച്ചാൽ മതി. 2 × 2 4, 5 × 3 15. 4/15 ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇത്രയാണ് ഭിന്നസംഖ്യയുടെ ഹരണത്തില് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നിർത്തിവെച്ചൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ. ഹരണം ക്ലിയർ ആണോ? ഒന്ന് പറയൂ. ഹരണം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയൂ. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാനുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഒരു മിശ്ര ഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നമാക്കും എന്നുള്ളത് പറയാനുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് മടങ്ങി പോവാം. ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ് മാത്സ് മതി എന്ന് പറയുന്നുണ്ട്. എന്താ അത്ര ഇഷ്ടപ്പെട്ടോ മാത്സ്? ഇഷ്ടമില്ലാത്ത മാത്സിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ? മാത്സ് എന്ന് പറയുന്നത് നമ്മള് ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്യുക? നമ്മള്
ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ പഠിച്ചത് കൊണ്ടാണ് പല ആളുകൾക്കും മാത്സ് ഒരു പ്രയാസമായിട്ട് തോന്നിയത്. അത് പല ആളുകളും മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻകൂർ ധാരണ വെച്ച് പുലർത്തി. ഒരു മുൻകൂർ ധാരണ, മാത്സ് എന്ന് പറയുന്നത് എനിക്ക് കഴിയാത്ത വിഷയമാണ്, അതൊരു കഷ്ടകാലം പിടിച്ച വിഷയമാണ്, എനിക്കത് കിട്ടില്ല എന്നുള്ള ഒരു മുൻകൂർ ധാരണ നിങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നിയത്. അത് നമ്മൾ മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്സ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷയമായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ഒരു LP സ്കൂളിലേക്ക്, ഒരു 3-4 സ്കൂളിലേക്കൊക്കെ നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ 3-4 ക്ലാസ്സിൽ നിങ്ങൾ മാത്സ് പോയി പഠിപ്പിക്കുക. അവിടെ നിങ്ങൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു വിഷയത്തിൽ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നിങ്ങളോട് പറയാ, മാഷെ അല്ലെങ്കിൽ ടീച്ചറെ ഇന്ന് മലയാളം വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, മാത്സ് മാത്രം മതി എന്ന് പറയും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ മാത്സിനോളം ഇഷ്ടപ്പെടുന്ന മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യും, LP സ്കൂളിൽ പോയാലും നിങ്ങൾ അത് ബോധ്യപ്പെടും. കുട്ടികൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട 4ാം ക്ലാസ് വരെ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു വിരസം തോന്നാറുണ്ട്. അപ്പൊ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ കുട്ടികൾക്ക് മാത്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമ്മളൊരു ചോദ്യം ചെയ്ത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, ഒരു ആത്മസുഖം, അത് മറ്റേത് വിഷയത്തിലും കിട്ടില്ല. അത് മാത്സിൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഈ മാത്സിന്റെ പ്രത്യേകത. അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാല് ആ ഒരു കാര്യം എന്ത് ചെയ്യും, നമുക്ക് ഒരു പ്രയാസം തോന്നില്ല. അതുപോലെ തന്നെ ഇനിയും പഠിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ഞാൻ നീട്ടുന്നില്ല. നമുക്ക് മിശ്ര ഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നമാക്കും എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതുവരെ എല്ലാവരും കൂടെ കൂടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ബാക്കിയുള്ള ആ ഒരു സമയം കൂടെ എന്ത് ചെയ്യുക, എന്റെ കൂടെ തന്നെ നിങ്ങൾ പോരുക. നമുക്ക് മനോഹരമായിട്ട് മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ലളിതമായിട്ട് സ്നേഹിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പൊ ഒരു മിശ്രഭിന്നം എടുക്കുന്നു. ഏതെങ്കിലും ഒരു മിശ്രഭിന്നം പറയൂ, ഒരു മിശ്രഭിന്നം പറയൂ. ഒരു മിശ്രഭിന്നമായിട്ട് നമുക്ക് 1/2 എന്ന് എടുക്കാം, 1/2 എന്ന് എടുക്കാം, 1/2 എന്ന് എടുക്കാം. ഈ ഒരു മിശ്രഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നമാക്കും? ലളിതമാണ്. ഇതെന്തറിഞ്ഞാ മതി, ഇതിനെന്തറിഞ്ഞാ മതി? നമ്മൾ പറഞ്ഞു 1/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 ആണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 1/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 ആണ്. ഇനി ഇതിനെ വിഷമ ഭിന്നമാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? 1ഉം 1/2 നമ്മൾ ആഡ് ചെയ്താൽ മതി. അത് നമ്മൾ ഭിന്നസംഖ്യയുടെ സങ്കലനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭിന്നസംഖ്യയുടെ സങ്കലനത്തിൽ നമ്മൾ പഠിച്ചു. 1ഉം 1/2 എങ്ങനെ ആഡ് ചെയ്യും? ലളിതമാണ്. എന്ത് ചെയ്താൽ മതി? 1 എന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഒരു ഭിന്നസംഖ്യയാക്കി എഴുതാം. 1 എന്ന് പറയുന്നത് ആൾറെഡി ഒരു ഭിന്നമാണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1ന് പകരം നമുക്ക് വേണമെങ്കിൽ 1/1 എന്നാക്കി എടുക്കാം. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. 1/1 എന്ന് എടുത്തു, 1നെ നമ്മൾ 1/1 എന്ന് എടുത്തു, അപ്പുറത്തുള്ളത് 1/2. ഇനി 1/1ഉം 1/2ഉം ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ പറഞ്ഞ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × 2 2 പ്ലസ് 1 × 1 1/1 × 2 എന്ത് കിട്ടും? 2 + 1/2 എന്ന് കിട്ടും, അഥവാ 3/2 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ലളിതമാണ്. 1/2 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 ആണ്. അത് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 + 1/2 എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത് അത് നമ്മൾ ഭിന്നസംഖ്യയുടെ സങ്കലനത്തിലും പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം നടത്തിയാൽ ഏതൊരു ഗണിതവും എന്ത് ചെയ്യാം, ലളിതമായിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവും. നമ്മൾ ബേസ് മുതൽ എന്ത് ചെയ്യണം, നമ്മൾ പടുത്തുയർത്തണം. എന്നാലാണ് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനിയും ഞാൻ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് ചെയ്തിട്ട് പറയൂ. 2/2/3 എങ്ങനെ നിങ്ങൾ ഒരു വിഷമ ഭിന്നമാക്കി മാറ്റും? 2/2/3 2/2/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയെ വിഷമ ഭിന്നമാക്കി നോക്കൂ. യെസ്, വെരി ഗുഡ്. ഒരുപാട് ആളുകൾ ഉത്തരം ചെയ്തു. 2/2/3 എങ്ങനെ ചെയ്യും? 2/2/3 എന്ന് പറഞ്ഞാൽ 2 + 2/3 ആണ്, ആണല്ലോ. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം, പ്രയാസമില്ല. 2നെ നമുക്ക് 2/1 എന്നാക്കി എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 2 × 3 6 പ്ലസ് 1 × 2 2/1 × 3 എന്ത് കിട്ടും?
6+2 8/3 എന്ന് കിട്ടും. 8/3 ആയിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കിയിട്ട് മാറ്റാം. ഇനി വേണോ ഈ ടൈപ്പ് ചോദ്യം? ഇനി വേണോ അതോ അടുത്ത ടൈപ്പ് ആണോ വേണ്ടത്? ഈ ടൈപ്പ് ചോദ്യം ഇനി വേണോ? യെസ് ഓർ നോ? ഈ ടൈപ്പ് ചോദ്യം ഇനി വേണോ? ഓക്കെ, ഒരു ചോദ്യം കൂടെ തരാം. 1-2 ആളുകൾ ചോദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം കൂടെ ഞാൻ എന്ത് ചെയ്യാം? ഈ ടൈപ്പ് ഞാൻ ചോദ്യം ഞാൻ തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുകൂടെ ചെയ്തോ. 3/5 ഇതുകൂടെ ചെയ്താൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 3/5. ഓക്കെ, വെരി ഗുഡ് സോ ഫാസ്റ്റ്. എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. മാത്സിൽ നമ്മൾ നേടിയെടുക്കേണ്ട സ്കിൽ എന്ന് പറയുന്നത് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല, കുറഞ്ഞ സമയം കൊണ്ട് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പല കേട്ടറ്റുകളിലും കേട്ടിട്ട് കഴിഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് വിളിച്ചിട്ടുണ്ട്, മാഷെ മാത്സ് ഒക്കെ കിട്ടുന്ന ഉത്തരമായിരുന്നു, പക്ഷെ മാത്സ് ചെയ്തുകൊണ്ട് സമയം ഒരുപാട് പോയി എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാത്സിലുള്ള ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇംപ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആ കാര്യം കൂടെ എന്ത് ചെയ്യണം? മാത്സ് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല, സമയബന്ധിതമായിട്ട് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 3/5 നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്നുള്ളത് 3/1 ആക്കി എടുക്കാം. 3/1 + 3/5 ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 3 × 5 15 + 3 × 1 3 അടിയിൽ 1 × 5 5 18/5 എന്ന് കിട്ടും. 18/5 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി മാറ്റേണ്ടത്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം കൂടെ പഠിച്ച് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് ഒരു വിഷമ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കും എന്നുള്ളതാ. നമ്മളിപ്പോ പറഞ്ഞത് എന്താ? മിശ്ര ഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നമാക്കും എന്ന് പറഞ്ഞു. ഇനി തിരിച്ചു നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയണം ഒരു വിഷമ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എഴുതിക്കോ, ഒരു വിഷമ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹെഡിങ് ആയിട്ട് കൊടുക്കുക, വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുന്നത്. വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു കേട്ടറ്റ് പെയ്ഡ് ബാച്ച് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ക്ലാസ്സുകളും ലൈവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പോലെ ലൈവായിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അതുപോലെ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു ബാച്ചിന്റെ കൂടെ കിട്ടും. ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ അതേ ക്ലാസ് തന്നെ ആയിരിക്കും റെക്കോർഡായിട്ട് കിട്ടുക. അതുകൊണ്ട് ലൈവ് മിസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പഠനവും ട്രെയിനിങ്ങും ടീച്ചിങ് പ്രാക്ടീസും ഒന്നും ബാധിക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് രാത്രികളിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് 1200 രൂപ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി തരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എവിടെ പോയി അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും, ഏത് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ക്വാളിറ്റി മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, കണ്ടന്റ് കിട്ടുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ 1200 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ഒരു 1200 രൂപക്ക് വേർത്തായിട്ടുള്ള കാര്യമാണെന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ക്രാഷ് കോഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ 82, 90, 100 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ സിലബസ് മുഴുവൻ പൂർത്തിയാക്കുന്ന കോഴ്സ് ക്രാഷ് കോഴ്സിന്റെ മുന്നും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? 8590672089 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരെയും ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാണ്? ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രീ ക്ലാസ്സുകൾ അവസാനിച്ചിട്ടില്ല. ഇനിയും ഫ്രീ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഫ്രീ ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നോക്കുക. നമ്പർ പറയുന്നത് 8590672089
2089. ഇതാണ് DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പർ. ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം വാട്സപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിപ്ലൈ തരാൻ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കേട്ടിട്ട് കാറ്റഗറി 1ഉം 2ഉം കോച്ചിങ് ഉണ്ടായിരിക്കും. കേട്ടിട്ട് കാറ്റഗറി 1ഉം 2ഉം ഉണ്ടായിരിക്കും. 1ഉം 2ഉം നിങ്ങൾ 2 ബാച്ചും കൂടി എടുക്കുകയാണെങ്കിൽ, 1ഉം 2ഉം എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു 1200 രൂപക്ക് നിങ്ങൾക്ക് കാറ്റഗറി 1ഉം 2ഉം കിട്ടും. ബാക്കി എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് 1ന് ഒരു ഫീയും 2ന് വേറെ ഫ്രീ ആയിരിക്കും. എന്നാൽ നമ്മൾ 2ഉം കൂടെ 1ഉം 2ഉം കൂടെ 1200 രൂപക്കാണ് കൊടുക്കുന്നത്. ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ പെടുത്തുക. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ എന്ത് ചെയ്യാം, നോക്കിയിട്ട് റിപ്ലൈ നൽകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും റിപ്ലൈ കിട്ടും. ഓക്കെ, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ സമയത്തും വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും. 85-906-720-89 എന്ന് പറയുന്ന നമ്പർ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഏതായിരുന്നു? വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുന്നത് ആണല്ലോ. വിഷമ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കും? ഒരു വിഷമ ഭിന്നം പറയൂ. ഏതെങ്കിലും ഒരു വിഷമ ഭിന്നം പറയൂ. നിങ്ങൾ പറയൂ ഒരു വിഷമ ഭിന്നം. എല്ലാവരും പറയൂ. ഏതെങ്കിലും ഒരു വിഷമ ഭിന്നം പറയൂ. നമ്മൾ തുടക്കം മുതൽ ബേസിക് ആയിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് വിഷമ ഭിന്നം എന്താണെന്ന് മനസ്സിലാക്കണോ എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം വലുതും ഛേദം ചെറുതും ആണല്ലോ. ഓക്കെ, ഒരുപാട് എണ്ണം വന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു. 24/5 എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നു. അമൃത കമന്റ് ചെയ്തിട്ടുള്ള 24/5 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ ഞാൻ എടുക്കുന്നു. 24/5 എന്ന് പറയുന്നത് എടുക്കുന്നു. ഇതൊരു വിഷമ ഭിന്നമാണ്. ആർക്കും സംശയം ഉണ്ടായിരിക്കില്ല. അംശമാണ് വലുത്, ഛേദം ചെറുതാണ്. ഇനി ഈ ഭിന്നസംഖ്യയെ എങ്ങനെ മിശ്ര ഭിന്നമാക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിയോട് 24 ഹരിക്കണം 5 ചെയ്യാൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. 24 ഹരിക്കണം 5 ചെയ്യുക. 24 ഹരിക്കണം 5 ചെയ്താൽ ഹരണഫലം കിട്ടുന്നത് എത്രയായിരിക്കും? പറയൂ. ഹരണഫലം കിട്ടുന്നത് എത്രയായിരിക്കും? റിസൾട്ട് കിട്ടുന്നത് എത്രയായിരിക്കും? യെസ്, ഹരണഫലം കിട്ടുന്നത് 4 ആയിരിക്കും അല്ലെ. 4 ഗുണം 5 എന്ന് പറയുന്നത് 20. റിമൈൻഡർ കിട്ടുന്നത് എത്രയായിരിക്കും? റിമൈൻഡർ കിട്ടുന്നത് 4 ആയിരിക്കും. റിമൈൻഡർ കിട്ടുന്നത് 4 ആയിരിക്കും. ഇനി എളുപ്പമാണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവയെ എങ്ങനെ മിശ്ര ഭിന്നത്തിലേക്കാക്കും. 24 ഹരിക്കണം 5നെ എങ്ങനെ ഒരു മിശ്ര ഭിന്നത്തിലേക്കാക്കും നോക്കിക്കോ. ഉത്തരം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, ഉത്തരം കിട്ടുന്ന ഹരണഫലം നമ്മൾ എടുക്കുന്നു. അത് പൂർണ്ണസംഖ്യ ആയിട്ട് എഴുതുന്നു. ഹരണഫലം നമ്മൾ പൂർണ്ണസംഖ്യ ആയിട്ട് എടുക്കുന്നു. 4 എന്നെടുക്കുന്നു. ഇനിയോ, ഇനി ശിഷ്ടം കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹരിക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. അഥവാ ശിഷ്ടം കിട്ടിയത് 4 ആണ്, ഹരിച്ചത് 5 കൊണ്ടാണ്. അതുകൊണ്ട് 4/5 ആയിരിക്കും ഇതിന്റെ മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഇതിന്റെ മിശ്രഭിന്നം എന്ന് പറയുന്നത് 4/5 ആയിരിക്കും. 4/5. ഒന്നുകൂടെ പറയാം. 24/5 എന്നുള്ളത് 24 ഹരിക്കണം 5 ചെയ്യുന്നു. 24 ഹരിക്കണം 5 ചെയ്യുമ്പോൾ ഉത്തരം 4 കിട്ടുന്നു. ആ 4 എന്ന് പറയുന്നത് നമ്മുടെ മിശ്രഭിന്നത്തിലെ പൂർണ്ണസംഖ്യ ആയിരിക്കും. ഇനി എന്താണുള്ളത്? ഇനി നമുക്ക് കിട്ടുന്ന ശിഷ്ടം 4 ആണ്. അത് നമ്മൾ അതിന്റെ അംശമായിട്ട് എഴുതുന്നു. ഹരിക്കുന്ന സംഖ്യ 5, അതിനെ നമ്മൾ ഛേദമായിട്ട് എഴുതുന്നു. 4/5 ആയിരിക്കും ഇതിന്റെ എന്ത് വരുന്നത്? മിശ്ര രൂപത്തിലുള്ള രൂപം വരുന്നത്. ക്ലിയർ ആണോ? 1-2 ചോദ്യങ്ങൾ കൂടെ ഞാൻ നൽകാം. ശിഷ്ടം കിട്ടാത്ത സംഖ്യ ആണെങ്കിലോ എന്നൊരാൾ ചോദിച്ചു. ശിഷ്ടം കിട്ടാത്ത സംഖ്യയാണെങ്കിൽ അതൊരിക്കലും മിശ്രഭിന്നമാവില്ല, അതൊരു വിഷമ ഭിന്നമാവില്ല. വിഷമ ഭിന്നത്തിന് ശിഷ്ടം കിട്ടും കേട്ടോ. വിഷമ ഭിന്നമാണെങ്കിൽ അതിന് ശിഷ്ടം കിട്ടും. ഓക്കെ, വിഷമ ഭിന്നമാണെങ്കിൽ ശിഷ്ടം കിട്ടും. അല്ലെങ്കിൽ അതൊരു പൂർണ്ണസംഖ്യ ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഉദാഹരണമായിട്ട് നിങ്ങൾ 24/3 എന്ന് ചെയ്യുക. 24/3 എന്ന് പറയുന്നത് ഒരു വിഷമ ഭിന്നാണ്. ഇതിന് ശിഷ്ടം കിട്ടൂല. ഇത് നിങ്ങൾ ചെയ്താൽ എന്തായിക്കാരം ഉത്തരം കിട്ടുക? ഇത് ചെയ്താൽ ഉത്തരം കിട്ടുക 8 ആയിരിക്കും. 24/3 ചെയ്താൽ ഉത്തരം കിട്ടുക 8 ആയിക്കാരം. അപ്പൊ 8 ആയിക്കാരം എന്ത് അതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ പറയാം. 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പറയാം. വൺസ് മോർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യാം, ഞാൻ അടുത്ത ചോദ്യം തന്നുകൊണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തത് ഏതായിരുന്നു? നമ്മൾ എടുത്തത് നമ്മൾ എടുത്തത് 3 സോറി ഓക്കെ, നമ്മൾ എടുത്തത് ഏതായിരുന്നു? 24/5
5 നമ്മൾ എടുത്തത്. ഇനി അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ഇവിടെ ഒരു ചോദ്യം തരാം, നിങ്ങൾ ചെയ്യൂ. 16/5, 16/5, 16/5. ഇത് കറക്റ്റ് ആവുന്നത് എങ്ങനെ അറിയാന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആവുന്നത് എങ്ങനെ അറിയാം എന്നുള്ളതിന് എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പഠിച്ച രീതിയില്ലേ, അതായത് ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുന്ന രീതി, അത് ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് അറിയൂ. റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിങ്ക് വന്നിട്ടുള്ള അതേ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ അതിൽ പോയാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടി. എന്ത് ചെയ്താൽ മതി, 16 ഹരിക്കണം 5 ചെയ്യുക. 16 ഹരിക്കണം 5 ചെയ്യുമ്പോൾ ഉത്തരം 3 കിട്ടും. ശിഷ്ടം കിട്ടുന്നത് 1 ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉത്തരം കിട്ടുന്നത് പൂർണ്ണസംഖ്യ ആയിട്ട് എടുക്കുന്നു. ഉത്തരം പൂർണ്ണസംഖ്യ ആയിട്ട് എടുക്കുന്നു. ശിഷ്ടം എന്നുള്ളത് നമ്മൾ അംശമായിട്ടും ഹരിച്ച സംഖ്യ എന്തായിട്ട് എടുക്കുന്നു, ഛേദമായിട്ട് എടുക്കുന്നു. അപ്പൊ 3/1/5 ആയിരിക്കും ഇവയുടെ എന്തായിട്ട് വരുന്നത്, മിശ്ര ഭിന്നായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, എങ്കിൽ നമുക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. എല്ലാവരോടും കൂടിയാണ് ചോദ്യം എഴുതിയെടുക്കുക. എന്നിട്ട് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ലിങ്ക് കിട്ടി ജോയിൻ ചെയ്തത്, ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലാസിന്റെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾ സൂപ്പർ സാർ, സൂപ്പർ ക്ലാസ്, പോലീസ് ക്ലാസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വാക്കിലോ ഒരു വരിയിലോ ഒതുക്കാതെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് എത്രത്തോളം ഉപകാരമുണ്ടായി, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഇനി ക്ലാസ്സുകൾ സംഘടിപ്പിക്കണോ, ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ അയക്കണം എന്നുള്ളത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു പ്രതിഫലമായിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടില്ല, അത് ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം റെക്കോർഡ് ചെയ്തത് നമുക്ക് കിട്ടിയിട്ടില്ല. ആ റെക്കോർഡ് കൃത്യമായിട്ട് റെക്കോർഡ് ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും റെക്കോർഡിങ്ങിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഒരു ക്ലാസ് ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കണം. ഓക്കെ, അപ്പൊ ചോദ്യം എന്തായിരുന്നു, 16 മീറ്റർ നീളമുള്ള കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? ഓക്കെ, വെരി ഗുഡ്. കുറെ ആളുകൾ ഉത്തരങ്ങൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ ചെയ്യും? ഇവിടെ ചോദിച്ച ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 16 മീറ്റർ നീളമുള്ള കമ്പി എത്ര വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി? 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി ആണല്ലോ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു പെട്ടി മിഠായിയുടെ വില 50 രൂപ, ഒരു പെട്ടിയിൽ 10 മിഠായികൾ ഉണ്ട് എങ്കിൽ ഒരു മിഠായിയുടെ വില എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 50 ഹരിക്കണം 10 ചെയ്യും ആണല്ലോ. ഒരു പെട്ടി മിഠായിയുടെ വില 50 രൂപ, ഒരു പെട്ടിയിൽ 10 മിഠായികൾ ഉണ്ട്, ഒരു മിഠായിയുടെ വില ചോദിച്ചാൽ 50/10 ചെയ്യും. അതുപോലെ ചെയ്താൽ മതി. 16 മീറ്റർ നീളമുള്ള കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 16നെ 2/3 കൊണ്ട് ഹരിച്ചാൽ മതി. 16 ഹരിക്കണം 2/3 ചെയ്താൽ മതി. 16 ഹരിക്കണം 2/3 എങ്ങനെ ചെയ്യും? ഭിന്നസംഖ്യകളുടെ ഹരണം നമ്മൾ പറഞ്ഞു. ഭിന്നസംഖ്യകളുടെ ഹരണം ചെയ്യാൻ വേണ്ടി വ്യുൽക്രമം എടുത്ത് ഗുണിച്ചാൽ മതി, റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. അപ്പൊ എങ്ങനെ ചെയ്യും? 16 ഹരിക്കണം 2/3 എന്നുള്ളതിനെ 16 ഇൻറ്റു 3/2 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാം. 16 ഇൻറ്റു 3/2, 16 ഗുണം 3 എന്ന് പറയുമ്പോൾ 48 കിട്ടും. ബൈ 2 ഉണ്ട്, 48/2 എന്ന് പറയുമ്പോൾ 24 കഷ്ണങ്ങളായിരിക്കും എന്തുണ്ടായിരിക്കുക? ഈ ഒരു കമ്പി ഉണ്ടായിരിക്കുക. 16 മീറ്റർ നീളമുള്ള കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ 24 കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും.
ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു ക്ലാസ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ 85 90 67 20 89 എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഗ്രൂപ്പിൽ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ ഇതുവരെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ മറക്കാതെ ഗ്രൂപ്പിൽ അറിയിക്കണം.